മറ്റു വാർത്തയിലേക്ക് പോകണം. അത് തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട്ടിലെ വിരുദ്നഗറിൽ പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 24 മരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഗൗരവതരമായ ഒരു വാർത്തയുണ്ട്. 4 പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് വിവരം. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. വിരുദ്നഗറിൽ നിന്ന് സജയകുമാറും ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് പാർവതി സത്യദേവനും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഏതായാലും വലിയ അപകടം വിരുദ്നഗറിൽ സംഭവിച്ചിരിക്കുന്നു. നമുക്കറിയാം, തമിഴ്നാട്ടിലെ ഈ പ്രദേശമെന്ന് പറയുന്നത് പടക്ക നിർമ്മാണശാലകൾ അനവധിയായുള്ള ഒരു പ്രദേശം കൂടിയാണ്. സജയകുമാർ, എന്താണ് സംഭവിച്ചത്? മിക്ക വർഷങ്ങളിലും ഇത്തരം വാർത്തകൾ ഈ പ്രദേശങ്ങളിൽ നിന്ന് കേൾക്കാറുണ്ട്. പക്ഷേ ഇത്തവണ മരണസംഖ്യ വല്ലാതെ ഉയർന്നു അല്ലേ? രഞ്ജിത്ത്, തീർച്ചയായും ഇന്നലെ ഞായറാഴ്ച ദിവസം പ്രവർത്തിക്കാൻ പാടില്ല എന്ന ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ഞായറാഴ്ച പടക്ക നിർമ്മാണശാല, അതായത് വിരുദ്നഗറിലെ കട്ടനാർപട്ടിയിലെ വനജ പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചത്. ഇതിന്റെ മരണസംഖ്യ ഇപ്പോൾ 24 ഉയർന്നിട്ടുണ്ട്. ഇതിൽ 4 പേരുടെ മൃതദേഹം ഇതുവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ബാക്കി എല്ലാവരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ 16 സ്ത്രീകളും 3 പുരുഷന്മാരും ഉൾപ്പെടുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അവരുടെ മൃതദേഹങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടന്നു വരുന്നു. അതുപോലെ തന്നെ ഈ സ്ഥാപനം വന്ന് യാതൊരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, അദ്ദേഹം വന്ന് ഇപ്പോൾ ഒളിവിലാണ്. അദ്ദേഹത്തെ പിടിക്കാനുള്ള നടപടികളും പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേക 4 സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ച് ജില്ലാ SP ശ്രീനാഥ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഞായറാഴ്ച ദിവസങ്ങൾ ഇതുപോലുള്ള പടക്ക നിർമ്മാണശാലകൾ, അതുപോലെ തൊഴിൽ നിയമം അനുസരിച്ച് അവധി ദിവസങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല എന്ന ചട്ടം ലംഘിച്ചുകൊണ്ടാണ് സ്ഥാപനം പ്രവർത്തിച്ചത്. അതിൽ 50-ൽ പരം പേർ അവിടെ ജോലി നോക്കി വന്ന ആ സമയത്താണ് ഇന്നലെ ഉണ്ടായ അത്യുഷ്ണം കാരണമുണ്ടായ സ്ഫോടനമെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ. തുടർന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്തി ആശുപത്രികളിൽ എത്തിച്ചപ്പോൾ 24 പേർ മരിക്കുകയുണ്ടായി. പലരും ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. അവരുടെ ചികിത്സയിൽ കഴിയുന്നവരുടെ പലരുടെയും നില ഗുരുതരമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേപോലെ ഇതിനെ തുടർന്ന് നിർമ്മാണശാലയുടെ ലൈസൻസ് റദ്ദാക്കി ജില്ലാ റവന്യൂ ഓഫീസർ ആനന്ദ് ഇന്നലെ തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഒളിവിലായ അദ്ദേഹത്തെ പിടിക്കാനുള്ള പടക്ക നിർമ്മാണശാലയുടെ ഉടമസ്ഥനെ പിടിക്കാനുള്ള അദ്ദേഹം മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഗോവിന്ദനല്ലൂർ സ്വദേശിയായ മുത്തുമാണിക്യം എന്ന ആളാണ് ഇപ്പോൾ ഒളിവിലായിരിക്കുന്നത്. അദ്ദേഹത്തെ പിടിക്കാനുള്ള നടപടികളും പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഒളിവിലായ അദ്ദേഹത്തെ തേടി വരുന്നു. ഞായറാഴ്ച പ്രവർത്തിക്കാൻ പാടില്ലെന്ന തൊഴിൽ നിയമം ലംഘിച്ചുകൊണ്ടും അതുപോലെ തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന പല ആരോപണങ്ങളുമുണ്ട്. ഇപ്പോൾ ലൈസൻസ് റദ്ദാക്കി തമിഴ്നാട്ടിൽ ഇതുപോലെ അടിക്കടി ദുരന്തങ്ങൾ ഏർപ്പെടാറുണ്ട്. ആ സമയത്ത് മാത്രം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചില നടപടിക്രമങ്ങൾ നടത്തുകയും ചെയ്യും. അതിനുശേഷം യാതൊരു നടപടികളും ഫോളോ അപ്പ് ചെയ്യാതെ ഇതുപോലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന അനധികൃതമായി പോലും പല പടക്ക നിർമ്മാണശാലകൾ തമിഴ്നാട്ടിൽ പ്രവർത്തിച്ചിരുന്നു. അതിനെ ഒന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കണ്ടെത്താനുള്ള നടപടികളൊന്നും പിന്നീട് ഉണ്ടാകാറില്ല. അതിന്റെ ഒരു ദുരന്ത ഫലമാണ് ഇന്നലെ ഉണ്ടായത്. ഈ പടക്ക നിർമ്മാണശാലയിൽ 24 പേരുടെ മരണം ദാരുണമായ ഒരു സംഭവം ഇന്നലെ സംഭവിക്കാനുള്ള പ്രധാന കാരണം ഇതൊക്കെ തന്നെയാണ്. തമിഴ്നാട്ടിൽ പല വിവരങ്ങൾ പങ്കുവെക്കുന്നത് വലിയ ദുരന്തം ഈ വിരുദ്നഗർ മേഖലയിൽ ഉണ്ടായിരിക്കുന്നു. പാർവതി കൂടിയുണ്ട്. പാർവതി, നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പടക്ക നിർമ്മാണശാലകൾ ഒരുപാടുള്ളൊരു പ്രദേശമാണ്. സജയൻ പറഞ്ഞ അനുസരിച്ച് ഞായറാഴ്ച ഇത്തരം ശാലകൾ പ്രവർത്തിക്കരുത് നിയമമുണ്ട്. സംശയമില്ല, അനധികൃതമായി തന്നെ പ്രവർത്തിച്ചിരുന്നതാണ്. വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഒരുക്കി കാണില്ല. നമുക്ക് ലഭിക്കുന്ന മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, നേരത്തെ സജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, വിരുദ്നഗർ നിരവധി പടക്ക നിർമ്മാണശാലകളുള്ള സ്ഥലമാണ്. ശിവകാശിക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ആളുകൾ ദിവസവേതനത്തിലും അല്ലാതെയും ഒക്കെ ഈ പടക്ക നിർമ്മാണശാലകളെ ഉപജീവനത്തിനായി ആശ്രയിക്കുന്നുണ്ട്. അത്തരം ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ നിരവധിയുള്ള സ്ഥലമാണ്. ഇന്നലെ ഈ വിരുദ്നഗറിലുണ്ടായ അപകടത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇതിന് സമീപത്ത് മറ്റൊരു പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം ഉണ്ടാവുകയും അവിടെ 4 പേർ അപകടത്തിൽ മരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു
സമയത്തായിരുന്നു ഇന്നലെ നാടിനെ നടുക്കിയ ഈ അപകടമുണ്ടാകുന്നത്. വൈകിട്ട് 3:30 ഈ അപകടം. നമുക്കറിയാം 24 പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. ഇതിൽ 4 പേരെ ഇനി തിരിച്ചറിയാനുണ്ട്. പരിക്കേറ്റവരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് സൂചന ലഭിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികളും പുരോഗമിക്കുകയാണ്. നമുക്കറിയാം 14 അംഗ വിദഗ്ധ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. മധുര, തിരുനെൽവേലി മെഡിക്കൽ കോളേജിൽ നിന്നുള്ളവരെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി സർക്കാർ നിയോഗിച്ചത്. അതിവേഗമാണ് ഇത്തരം നടപടികൾ പൂർത്തീകരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം എത്രയും വേഗം തന്നെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കെട്ടിട ഉടമയ്ക്കെതിരെ അന്വേഷണം തുടരുകയാണ്. സർക്കാർ അന്വേഷണത്തിനായി അപകടത്തെക്കുറിച്ചുള്ള അന്വേഷിക്കാനായി സർക്കാർ വിദഗ്ധ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. സംഭവസ്ഥലം സന്ദർശിച്ച് കളക്ടർ റിപ്പോർട്ട് തയ്യാറാക്കി നൽകും. ഒപ്പം തന്നെ നമുക്കറിയാം തമിഴ്നാട് തെരഞ്ഞെടുപ്പ് നേരിടുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ വലിയ കരുതലോടുകൂടിയാണ് സർക്കാർ നീങ്ങുന്നത്. 2 മന്ത്രിമാരെ ഇന്നലെ സംഭവ സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി അയച്ചിരുന്നു. വനജ ഫയർവർക്സ് എന്ന സ്ഥാപനത്തിലാണ് സ്ഫോടനമുണ്ടായത്. 10ലേറെ മുറികളുള്ള സ്ഥാപനത്തിൽ 4 മുറികൾ പൂർണ്ണമായി തകർന്നിരുന്നു. ഇതിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് ഈ പല മൃതദേഹങ്ങളും കണ്ടെത്തിയത്. ഇതിലേറെയും തിരിച്ചറിയാനാകാത്ത വിധമായിരുന്നു. നിരവധി മൃതദേഹങ്ങൾ കുടുങ്ങിയ നിലയിലായിരുന്നു. വീര്യം കൂടിയ രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഫാൻസി പടക്കങ്ങൾ നിർമ്മിക്കവെയാണ് ഈ അപകടമുണ്ടായത്. 12 പേരാണ് ഒരു സമയം ഇവിടെ ഈ ഫാക്ടറിയിൽ ജോലിയെടുക്കേണ്ടതെന്നാണ് നിബന്ധന. എന്നാൽ 50ഓളം പേർ ഈ അപകട സമയത്ത് ഇവിടെ ജോലി ചെയ്തിരുന്നതായാണ് വിവരം. ഇത് തന്നെ എത്രത്തോളം വീഴ്ചയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നതാണ്. സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ടെന്നാണ് വിവരം. ഇത് റദ്ദാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ പറയുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇവിടെ സുരക്ഷ ഒരുക്കിയിരുന്നോ എന്നാണ് പരിശോധിക്കേണ്ടത്. ഈ കൊടുംവേനലിൽ പടക്കമുണ്ടാക്കുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് കാരണമാണ് ഇത്തരമൊരു വലിയ ദുരന്തമുണ്ടായതെന്നാണ് വിലയിരുത്തൽ. കൂടുതൽ കൂലി ലഭിക്കാനായി തൊഴിലാളികൾ കൂടുതൽ പടക്കങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ സാധിക്കാറില്ല. ഇതും അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയെന്നാണ് മനസ്സിലാക്കുന്നത്. പലരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. സ്ഫോടനത്തിന്റെ പ്രകമ്പനം 10 കിലോമീറ്റർ അകലെ വരെ കേട്ടുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുണ്ട്. ഫയർഫോഴ്സ് ജീവനക്കാർക്കും പരിക്ക് പറ്റിയെന്നും സ്ഥലത്തുണ്ടായിരുന്ന കളക്ടർ സുഖപുത്ര തലനാരിഴയ്ക്കാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടതെന്നും റിപ്പോർട്ടുണ്ട്. നിരവധി പടക്ക നിർമ്മാണശാലകളുള്ള ഇടമാണ് ഈ വിരുദുനഗർ. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമായും ഇത് ചർച്ചയായേക്കും. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ മേൽനോട്ടത്തിനും അന്വേഷണത്തിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി, വിവിധ കക്ഷി നേതാക്കൾ തുടങ്ങിയവരും അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിന് പ്രധാനമന്ത്രി 2 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും നൽകും. സജയൻ കൂടി ചേരുന്നുണ്ട്. സജയന് തമിഴ്നാട് സർക്കാർ നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. സ്റ്റാലിൻ അടക്കം ഇതിൽ ആശങ്ക പ്രകടിപ്പിച്ച സാഹചര്യമുണ്ട്. എന്തെങ്കിലും ഈ മറ്റ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന പടക്ക നിർമ്മാണശാലകൾക്കെതിരെ എന്തെങ്കിലും പോലീസ് നടപടികളോ നിയമപരമായ കാര്യങ്ങളിലോ ഒക്കെ കുറച്ചുകൂടി കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ടോ? അതായത് ഇതുപോലുള്ള ദാരുണ സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകാറുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ വിരുദുനഗർ ജില്ലയിലും ഇതുപോലെ തമിഴ്നാട്ടിന്റെ ചില ഭാഗങ്ങളിൽ അധിക അളവിൽ പടക്ക നിർമ്മാണശാലകൾ അതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ ചില അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആ സമയത്ത് ചില നടപടിക്രമങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനുശേഷം ഇതുപോലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ അനധികൃതമായും അതേപോലെ ലൈസൻസ് ഉണ്ടായാൽ പോലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും കുട്ടികൾ ഉൾപ്പെടെ ഈ പടക്ക നിർമ്മാണശാലകൾ വന്ന് ജോലി നോക്കുന്ന സംഭവങ്ങളും ഉണ്ടാകാറുണ്ട്. വളരെ ദരിദ്രമായ കുടുംബങ്ങളിൽ ഉള്ള ജനങ്ങൾ വന്ന് ഇതുപോലുള്ള പടക്ക നിർമ്മാണശാലകളിൽ ജോലി നോക്കി അധിക വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി കൂടുതൽ പേർ, അതായത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ 10-15 പേർ ജോലി നോക്കാവുന്ന സ്ഥാപനത്തിൽ 25-50 ആ സീസൺ അനുസരിച്ച് ആൾക്കാരുടെ എണ്ണം കൂട്ടി ജോലി ചെയ്യുന്നത് പതിവാണ്. ഇത്തരത്തിൽ ചില അശ്രദ്ധ കാരണം ചില സ്ഫോടനങ്ങൾ ഉണ്ടായി പല ദാരുണ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് മാത്രം സർക്കാരിന്റെ ഭാഗത്ത് ചില നടപടികൾ ഉണ്ടാകാറുണ്ട്. അതിനുശേഷം ഇതുപോലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന പടക്ക നിർമ്മാണശാലകളുടെ പ്രവർത്തനം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണോ, ലൈസൻസ് ഉണ്ടോ എന്നൊന്നും സർക്കാർ ഉദ്യോഗസ്ഥർ പരിശോധന നടത്താറില്ല. ഈ അതിദാരുണ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ഉദ്യോഗസ്ഥർ
അതിന്റെ പിന്നാലെ കുറച്ച് ദിവസങ്ങൾ മാത്രം പോവുകയും അന്വേഷണം നടത്തുകയും അതിനുശേഷം യാതൊരു നടപടിക്രമങ്ങളും ഉണ്ടാകാറില്ല എന്നതാണ് പൊതുജന ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പരാതി. അതിന്റെ ഒരു ഭാഗമായാണ് ഇന്നലത്തെ സംഭവം. അവധി ദിവസങ്ങളിൽ അതുപോലെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് 23-ാം തീയതി നടക്കുന്നതിനാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയും പടക്കങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പടക്ക നിർമ്മാണശാല പലർക്കും പ്രവർത്തിച്ചു വരുന്നു. അതിൽ ഞായറാഴ്ച ദിവസം, അതായത് ചട്ടലംഘനം ഇതിൽ നടന്നിട്ടുണ്ടെന്ന് പൂർണ്ണ തെളിവ് ലഭിച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങൾ അതിന്റെ ഭാഗമായി അതിന്റെ ഉടമസ്ഥനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ നടന്നു വരുന്നു. എന്നാൽ ഇത് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ യാതൊരു ഫോളോഅപ്പും ചെയ്യാതെ ഇതുപോലുള്ള ദുരന്തങ്ങൾ തമിഴ്നാട്ടിലെ പല ഭാഗത്തും സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം. അതാണ് സാഹചര്യം. ഏതായാലും വലിയ ദുരന്തമാണ് വിരുദനഗറിൽ സംഭവിച്ചിരിക്കുന്നത്. 24 മരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമേറിയ കാര്യം.